അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത്. ആ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് ജിൻഡോ, ശ്രീതു, നന്ദന ഇവർ 3 പേരുമാണ് ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കുന്നത്. ഈ ശ്രീതു, നന്ദന എന്താണ് വന്നത് എനിക്കറിയില്ല. ജിൻഡോ എന്തായാലും ജിൻഡോയുടെ ആൾക്കാർ സേവ് ചെയ്തിട്ട് തന്നെയാണ് ജിൻഡോ പിന്നെ വന്നിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ശ്രീതുവും നന്ദനയും വന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇവർ 3 പേരാണ് മത്സരിക്കുന്നത്. ഈ ഒരു മത്സരത്തിൽ എനിക്ക് തോന്നുന്നു ജയിക്കുന്നത് നമ്മുടെ ശ്രീതു ആണെന്ന് കേട്ടോ. എനിക്ക് ആ പ്രൊമോയിൽ വെച്ച് തോന്നിയത് ശ്രീതു ആണെന്നാണ്. മാത്രമല്ല ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ബോൾസ്, ചെറിയ ചെറിയ ബോൾസ് ഉണ്ട്. ആ ഒരു ബോൾസ് മുന്നിലിരിക്കുന്ന ടേബിളിൽ കുതിപ്പിച്ചുകൊണ്ട് ഫാനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ കറങ്ങുന്ന ഫാൻ ഉണ്ടല്ലോ, ആ ഒരു ഫാനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഗ്ലാസ്സിലേക്ക് ഇടണം. എനിക്ക് തോന്നുന്നു ശ്രീതു ആണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ സ്കോർ ചെയ്ത് പോകുന്നതും ശ്രീതു ആണെന്ന് തോന്നുന്നു ജയിക്കുന്നതും. എന്തായാലും ജിൻഡോ ആകാൻ ചാൻസ് ഇല്ല. കാര്യം ജാൻമണിയുടെ ആ ഒരു മുഖഭാവം കണ്ടിട്ട് ജാൻമണിക്ക് അത്ര വലിയ സന്തോഷമായിട്ട് തോന്നുന്നില്ല. പിന്നെ എന്തായാലും നന്ദന എന്തായാലും അല്ല, ശ്രീതുവോ ജിൻഡോ നമുക്ക് ശ്രീതു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശ്രീതു ജയിക്കട്ടെ. കാര്യം ശ്രീതു ക്യാപ്റ്റൻസിലേക്ക് വരുമ്പോൾ അധികാരം കയ്യിൽ കിട്ടുമ്പോൾ ശ്രീതുവിൻ്റെ ഗെയിം മാറും. കാര്യം അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരാളുടെ കയ്യിൽ അധികാരം കിട്ടുമ്പോഴത്തേക്കും എല്ലാവരും ഗെയിം മറിയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം പിന്നെ ശ്രീതുവിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.